ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 45, ശ്ലോകം 5-6. പീതാംബരം കരവിരാജിത ശങ്കരക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 5. നുദകുജഭരമംഗേ ധാരയന്തി ഭവന്തം തരളമതി യശോദാ ധന്യതാ ധന്യധന്യ കപടപശുമധ്യേ മുക്തഹാസാങ്കുരം തേ ദശനമുകുളഹൃദ്യം വീക്ഷ്യ വക്രം ജഗർഷ. അന്വയം അർത്ഥം. ഭവന്തം അങ്ങയെ, നുതകുജ ഭരം ചുരക്കുന്ന മാറുകളോടു കൂടിയ അങ്കേ മടിയിൽ, ധാരയന്തി വഹിക്കുന്നവളും, ധരളമതി അലിവാർന്ന മനസ്സോടുകൂടി, ധന്യത മുലപ്പാൽ നൽകുന്നവളുമായ, ധന്യധന്യ വളരെ പുണ്യം ചെയ്തവളായ യശോദ നന്ദഗോപത്നി. ഹേ കപട പശുവ, അല്ലയോ മായാഗോപ, മധ്യേ മുലകുടിക്കിടയിൽ, മുക്തഹാസാങ്കുരം മനോഹരമായി പുഞ്ചിരിക്കുന്നതും, ദശനമുകുളഹൃദ്യം പല്ലിൻ മുട്ട് കാണിച്ചു ആകർഷത്വം ഉളവാക്കുന്നതുമായ, വക്രം മുഖം വീക്ഷ്യ നോക്കിയിട്ട്, ജഗർഷ സന്തോഷിച്ചു. ഹരി. സാരം. ഓടിക്കളിച്ച് ക്ഷീണിച്ചു വരുന്ന ശ്രീകൃഷ്ണനെ മടിയിലിരുത്തി മുലപ്പാലൂട്ടുന്ന യശോദയുടെ ഭാഗ്യ അതിരേകവും പുണ്യവും വാഴ്ത്താവുന്നതല്ല. മുലയൂട്ടുമ്പോൾ പുഞ്ചിരി തൂകുന്ന കൃഷ്ണൻ്റെ ചെറിയ പല്ലുകൾ കൊണ്ട് ശോഭിക്കുന്ന മുഖം കൊണ്ട് യശോദ നിർവൃതി കൊള്ളുന്നു. ഹരി. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 6. തദനുചരണചാരീ ധാരകൈ സാഗമാരാൻ നിലയതദിഷു കേലാൻ ബാലചാബല്യശാലി ഭവനശുഖവിലാളാൻ വത്സകാൻ ചാനുധാവാൻ കഥമവികൃതഹാസൈ ഗോപകൈർവാരിതോ ഭൂ. അന്വയം അർത്ഥം. തദനു അനന്തരം, ചരണചാരി കാലിൽ ചരിക്കുന്നവനും, ദ്വാരകൈ സാഗം കുട്ടികളോടുകൂടി, ആരാൻ സമീപത്തുള്ള, നിലയതദിഷു ഗൃഹസമൂഹത്തിൽ, ഖേലൻ പീഡിക്കുന്നവനും, ബാലചാബല്യശാലി ബാലസഹജമായ ചാബല്യത്തോടു കൂടിയവനും, ഭവനസുഖവിടാളാൻ ഗൃഹത്തിലെ തത്തകൾ പൂച്ചകൾ എന്നിവയെയും, വത്സകാൻ ച പശുക്കുട്ടികളെയും, അനുധാവൻ പിന്തുടർന്നവനും ആയ ത്വം അങ്ങേ, കൃതഹാസൈഹി ചിരിക്കുന്ന ഗോപകുമാരന്മാരാൽ, കഥമവി ക്ലേശിച്ച്, വാരിത ആഭു തടയപ്പെട്ടു. ഹരിവു. സാരം. പിന്നീട് കാലിൽ നടന്ന് കൂട്ടുകാരോടൊന്നിച്ച് ഓരോ ഗോപികാഭവനത്തിലും കയറിച്ചെന്ന് ബാലചാബല്യം കാട്ടി പീഡിക്കുകയും, അവിടവിടെ വളർത്തുന്ന പക്ഷികളുടെയും പൂച്ച പശുക്കുട്ടി തുടങ്ങിയവയുടെയും പിന്നാലെ ഓടി അവയെ പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ശ്രീകൃഷ്ണനെ വളരെ വിഷമിച്ച് ഗോപകുമാരന്മാർ തടഞ്ഞുകൊണ്ടിരുന്നു. ഹരിവു.